കൊന്നിച്ചോ മിനസാൻ വൺ പീസിന്റെ ചാപ്റ്ററായുള്ള 1186 മലയാളം മംഗ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ചാപ്റ്ററിന് വേണ്ടി കാത്തിരിക്കുമല്ലായിരുന്നു. സോ അധികമൊന്നും ഞാൻ നേരെ വൈപ്പിക്കുന്നില്ല. ലൈക്ക് ചെയ്ത ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ പേര് വൺസ് മോർ എന്നാണ്. ആൻഡ് ചാപ്റ്ററിന്റെ കവർ പേജിന്റെ അകത്ത് നമുക്ക് അവിടെ കുട്ടി ലോക്കിനെയാണ് കാണാൻ സാധിക്കുന്നത്. പുള്ളിക്കാരനാട്ടെ ആരും കാണാതെ നമ്മുടെ ഇടയുടെ പടം വരക്കുമായിരുന്നു. എന്നാൽ ഇത് ഇട പുറകിൽ നിന്ന് കണ്ടുകൊണ്ട് അവന് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ചാപ്റ്ററിലേക്ക് കിടക്കാൻ നേരത്ത് അവർ പറയും ചെയ്യും, ഇല്ല തോറ്റു കൊടുക്കില്ലേ, തോറ്റു കൊടുക്കില്ലേ, സ്വാതന്ത്ര്യം നേടിയാൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കത്തുള്ളൂ, തോറ്റു കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എസ്പിയർ കിങ്ഡത്തിലെ എല്ലാവരും തന്നെ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് വേൾഡ് ഗവൺമെന്റിനെതിരെ. പക്ഷേ ഇതേ സമയം ബ്രോക്കിന്റെ അവസ്ഥ അതത്ര നല്ലതല്ലായിരുന്നു. അവനവന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. അവന്റെ മുമ്പിൽ ആ 3 പേരായിരുന്നു നിപ്പുണ്ടായിരുന്നത്. പെട്ടെന്ന് അവൻ പോയി പിടിച്ചു. ബിഗ് ബ്രോ എഴുന്നേക്ക്, കിങ്ങിന് ക്രിട്ടിക്കൽ കണ്ടീഷനാണ്, എത്രയും പെട്ടെന്ന് മെഡിക്കിനെ ഇവിടേക്ക് കൊണ്ടുപോവാ, എല്ലാരും സഹായിക്കുന്ന പറഞ്ഞ് അവൻ ഉച്ചത്തിൽ കിടന്ന് അലറുന്നുണ്ട്. ബിഗ് ബ്രോ, ബിഗ് ബ്രോ എഴുന്നേക്ക്. ആ സമയത്ത് നമ്മുടെ ബ്രോക്കിന് അവന്റെ പഴയ ഓർമ്മകൾ വന്ന്. ആദ്യമായിട്ട് അവൻ അവന്റെ ബിഗ് ബ്രോനെ കണ്ടതും അവർ സംസാരിച്ചതും അങ്ങനെ പലതും. അവൻ ഉച്ചത്തിൽ കിടന്ന് കരയാനിട്ട് തുടങ്ങി. ഈ സമയത്ത് ഇമുവും ഇതെല്ലാം കണ്ടുകൊണ്ട് നിപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഇമു പറയുകയും ചെയ്യും, ഇത് ശരിക്കും ഇൻകൺവീനിയൻസ് ആണ്. പെട്ടെന്നാണ് നമ്മുടെ ഗുങ്കോ പറയുന്നത്, ബ്രോക്ക് നിനക്ക് കാണാൻ മേലെ, അവൻ ഓൾറെഡി മരിച്ചിരിക്കുന്നു. നീ നീ ആരാണ്? നീ പ്രിൻസസ് ഷൂറിയല്ല. എനിക്ക് അവളെ നന്നായിട്ട് തന്നെ അറിയാവുന്നതാണ്. അവൾക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരാണ് നീ? നീ പ്രിൻസസ് ഷൂറിനെ എന്താണ് ചെയ്തത്? ബ്രോക്ക് നിനക്കെന്നെ അറിയാമെന്നല്ല പറഞ്ഞത്. നിനക്കറിയാമോ അപ്പോ ഞാനൊരു സെലസ്റ്റിയൽ ഡ്രാഗൻ ആണെന്ന്? അതിലുപരി ആ കിടക്കുന്ന മനുഷ്യൻ അവനെന്റെ അച്ഛനുമല്ല. ഇത് ആ മനുഷ്യനോ? നീ എന്താണ് ഈ പറയുന്നത്? നിനക്കൊരു ബോധമില്ലേ? നീ കിങ് ലിവിന്റെ മകൻ തന്നെയാണ്, അതൊരു ഫാക്റ്റ് ആണ്. നിനക്കത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുമോ? പ്രൂവ് ചെയ്യാനോ? എന്ത് ചോദ്യമാണ്? ഒരു അച്ഛനും ഒരു മകളും തമ്മിലുള്ള ബോണ്ട് എന്താന്ന് നിനക്കറിഞ്ഞൂടെ? ഇവിടെ ഒരു മാറ്റവും തന്നെയില്ല. ഉള്ളത് പറഞ്ഞ ഞാൻ ഒരു സെലസ്റ്റിയൽ ഡ്രാഗനായിട്ട് ജീവിക്കേണ്ടവനായിരുന്നു. നിനക്കത് അറിഞ്ഞൂടാ. കഴിഞ്ഞ 16 വർഷമായി ഞാൻ ഇവിടെ കിടന്ന് നരകിക്കുകയായിരുന്നു. എനിക്ക് ഓർത്തിട്ട് ഇതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ വേൾഡ് ഗവൺമെന്റ് 1000 സ്ലേവ്സിനൊന്നും ചോദിച്ചില്ല, എന്നെ മാത്രമാണ് ചോദിച്ചത്. അവൻ എന്നെ കൊടുത്തിരുന്നെങ്കിൽ നീ എന്താണ് ഈ പറഞ്ഞത്? അവനൊന്നും വിളിക്കാതെ. ഹ്, അവൻ ശരിക്കും ഒരു പോയിന്റ്ലെസ് ആയ കിങ് ആണ്. ഒന്ന് ആലോചിക്കേ. സെൽഫിഷ് ആക്ട് കാരണം ഈ രാജ്യത്തിന് തന്നെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അവൻ ചെയ്ത തെറ്റിന് അവൻ തന്നെ ഭവിഷ്യത്ത് അനുഭവിക്കണ്ടേ? ഇല്ല, നീ എന്താണ് ഈ പറഞ്ഞത്? നമ്മുടെ കിങ് ഇല്ലെങ്കിൽ ഈ ലാൻഡ്. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പെട്ടെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഗോഡ്സ്നയിലെ മാൻമിയർ എന്ന് പറഞ്ഞ ഗ്രോ പറയുന്നത്, എനിക്ക് നിന്നെ ഓർമ്മയുണ്ട്. ഞാൻ കണ്ടിരുന്നു ക്യാൻഡിലയുടെ കൂട്ടത്തിൽ ആ ഒരു അഫ്രോം പിടിച്ചു നടക്കുന്ന ആ ഒരു ചെറിയൊരു പയ്യനെ. പക്ഷേ നിനക്കന്ന് എൻ്റെ അടുത്തേക്ക് വരാനുള്ള അധികാരമില്ലായിരുന്നു. എന്നാൽ അത് കണ്ടപ്പോ ബ്രോക്ക് ഞെട്ടിത്തെറിച്ചുപോയി. അവൻ നേരെ പുറകിലേക്ക് വീണു. അല്ല, ആ ഒരു കണ്ണുകൾ, അത് അത് നമ്മുടെ ഗുങ്കോന്റെ പോലത്തെ അതേ കണ്ണുകളായിരുന്നു. വേറെ ഒരു കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ ഇതെല്ലാം കടന്ന് ഇവിടേക്ക് വരും നിനക്ക് തോന്നുന്നുണ്ടോ? പകരം അവളുടെ കണ്ണുകൾ, അത് ശരിക്കും ഒരു റെയർ ആയുള്ള കാര്യമാണ്. അവൾ അതുമായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദ ഗ്രേറ്റ് വണ്ണിന് അവളെ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ ഈ കണ്ണുകൾ അവേക്കൺ ചെയ്തതല്ല. എങ്കിലും അവൾ, നീ ഒത്തിരിയധികം സംസാരിക്കുന്നതെന്ന് പെട്ടെന്ന് ഈമ പറയും. ഗ്രേഡ് വൺ എന്നോട് ക്ഷമിക്കൂ. ഷൂറി, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവൻ നേരെ തിരിഞ്ഞു. ഈ സമയത്ത് ബ്രോക്കിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടായിരുന്നു. ഇല്ല, ഇത് ഇതെല്ലാം ഒരു ദുസ്വപ്നമല്ലേ? എനിക്കറിയാം. നിന്നെ നിന്നെ കൊച്ചുനാൾ തൊട്ട് ഞാൻ എടുത്ത് വളർത്തിയതല്ലേ നിന്നെ. നീ വീണ്ടും അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പത്തറ്റിക്കാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ സ്ട്രോങ്ങർ ആയുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. ഹോളി ലാൻഡിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നെ ആവശ്യമില്ല. ഈ സമയത്ത് ബ്രോക്ക് തന്ന് കണ്ണടക്കാൻ നേരത്ത് അവൻ ഈ കുഞ്ഞു പ്രിൻസസ് ഷൂറിനെയാണ് ആലോചിക്കുന്നത്. നിന്നെ അന്ന് കാണാൻ ഒരു ഏഞ്ചൽ പോലെയായിരുന്നു, പക്ഷെ ഇന്ന് ഒരു ഡീമനെ പോലെ. എന്റെ ജീവൻ രക്ഷിച്ച ബിഗ് ബ്രോനെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ലെന്നും പറഞ്ഞ് ബ്രോക്ക് അവിടെ നിന്ന് കൊടുത്തു. അവളുടെ അറ്റാക്ക് അവന്റെ തലയിലൂടെ കടന്നു കയറി. ഒന്നും ചെയ്യാൻ പറ്റാതെ ബ്രോക്ക് നേരെ നിലത്തേക്ക് വീണു. കമാൻഡർ, കമാൻഡർ ബ്രോക്ക് അതേം എഴുന്നേറ്റു, ഇതൊരു മിറാക്കിളാണ്. ആ സമയത്താണ് ബ്രോക്ക് കണ്ണു തുറക്കുന്നത്. ഭാഗ്യം, ഞങ്ങളെല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. താങ്കളുടെ തലയിലൂടെ ആ ഒരു സോഡ് കുത്തിക്കയറിയിട്ടും സർവൈവ് ചെയ്തു. ഭാഗ്യത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അല്ല രാജാവ്, കമാൻഡർ ബ്രോക്ക്, ഞങ്ങളതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്കത് അത് വലിയൊരു ഷോക്ക്. എനിക്ക് എനിക്കറിയണം എന്താണ് പറ്റിയത്. നമ്മൾ നമ്മൾ പരാജയപ്പെട്ടു. രാജാവ് മരിച്ചിരിക്കുന്നു. അതിലുപരി ഒരു ഐ വിറ്റ്നസ് പറഞ്ഞത് ഷൂറി വേൾഡ് ഗവൺമെന്റ് ഷിപ്പിൽ കയറി പോയെന്നാണ്. അതിലുപരി നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും ഫ്ലീ ചെയ്തു.
പക്ഷെ അവരെല്ലാവരും ഇപ്പോൾ റെഫ്യൂജീസ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് ബ്രോക്കിനി ആ ഒരു ഓർമ്മ വന്നത്. പ്രിൻസസ് ഷ്യൂറി അവരെ കൊല്ലുന്നത്. പിന്നെ കാണുന്നത് അവൻ ഉച്ചത്തിൽ കിടന്ന് വേദന കൊണ്ട് അലർന്നതാണ്. മാനസികമായ ആ ഒരു വേദന കൊണ്ട് അവൻ്റെ കരച്ചിൽ ആ ഒരു എസ്പിയറൊക്കെ ഇണ്ടം മുഴുവൻ നിറഞ്ഞു നിന്നു. അന്ന് അന്നെനിക്ക് ഡെവിൽ ഫ്രൂട്ടിനെ പറ്റി ഒന്നും അറിഞ്ഞൂടായിരുന്നു. അതിലുപരി അന്ന് ഞാൻ കണ്ട് പ്രിൻസസ് ഷ്യൂറി അദ്ദേഹത്തിനെ കൊന്നപ്പോൾ മറ്റൊരു രൂപത്തിലായിരുന്നു. ഒരു ഒരു ടീമിനെ പോലെ. പക്ഷേ ഞാൻ എന്നോട് തന്നെ പറഞ്ഞത് ഞാൻ ഹാലുസിനേറ്റ് ചെയ്തെന്നാണ്. എന്നാൽ അതെല്ലാം റിയൽ ആയിരുന്നു. നിങ്ങളോട് നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഒരു തവണ കൂടെ പ്രിൻസസ് ഷ്യൂറിനെ വിശ്വസിച്ചോട്ടെ. അവള് അവളൊരു വിക്ടമാണെങ്കിൽ ബ്രോക്ക് ഓടി രക്ഷപ്പെട്. എനിക്ക് എനിക്ക് പ്രിൻസസ് ഷ്യൂറിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ബ്രോക്ക് കിടന്ന് കരയുകയായിരുന്നു. എല്ലാവരും ദയവ് ചെയ്ത് എന്നെ സഹായിക്കണം. എല്ലാവരും എന്നെ ഈ സമയത്ത് ജിംബെ പറയും ചെയ്യും. അതിനിത്ര ഫോർമുലയുടെ കാര്യമൊന്നുമില്ലല്ലോ. ആ ഐസിന്റെ കാര്യമല്ലേ, അത് നമുക്ക് നോക്കാം. എൻ്റെ ലൈറ്റ്നിങ് കൊണ്ട് ഞാനും നോക്കാമെന്ന് നമ്മുടെ നാമി പറയും ചെയ്യും. റാഡിക്കൽ ബീമുണ്ട്. പക്ഷേ ഇതേ സമയം ഉസോപ്പ് ടെൻസ്ഡ് ആയിരുന്നു. കാര്യം അവൻ്റെ എക്സ്പ്ലോസീവ് കൊണ്ട് ഒന്നും ആകത്തില്ലത് അവനറിയാമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ബ്രോക്ക് നേരെ ഗുങ്കോന്റെ നേരെ ഓടി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കഫറ്റീരിയാണ്. ആ സമയത്ത് ലുഫി അതെല്ലാം കഴിച്ചിരുന്നു. ഹ, എനിക്കറിയാം ആ പുതിയവൻ അവൻ എൽബഫിന്റെ ശത്രുവാണ്. അതിനർത്ഥം അവൻ എൻ്റെ ശത്രുവെന്നാണ്. ഇപ്പൊ എന്തായാലും എന്റെ വയർ നിറഞ്ഞു. ഇനി ഞാൻ ഓക്കെയാണ്, ഇനി ഞാൻ തോക്കത്തില്ലെന്ന് പറഞ്ഞ് ലൂഫി നേരെ അവിടേക്ക് ചാടി പോവുകയും ചെയ്യും. ഈ സമയത്ത് ലോക്കി പറയുന്നുണ്ട്, വേൾഡ് ഗവൺമെന്റ് ശരിക്കും വിഡ്ഢികളാണ്. കൊച്ചു കുട്ടികളെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത്. നിനക്കൊന്നും 800 വർഷങ്ങൾക്ക് മുമ്പ് ജയന്റ് റേസ് പരാജയപ്പെട്ടതുപോലെ തന്നെ അന്നും ഈ കുട്ടികളെ രക്ഷിക്കാനായിട്ടായിരുന്നു. എന്ത് 800 വർഷങ്ങൾക്ക് മുമ്പോ? നീ എന്താണ് ഈ പറയുന്നത്? കുറച്ച് സെഞ്ചുറീസ് കഴിഞ്ഞെന്ന് വെച്ച് ഈ റേസിന്റെ നേച്ചറൊന്നും മാറാൻ പോകുന്നില്ലല്ലോ. അതും മാത്രമല്ല, അന്നത്തെ പോലെ തന്നെ ഈ കുട്ടികളെടുക്കാൻ നേരത്ത് നിങ്ങളെല്ലാവരും പരാജയപ്പെടാനായിട്ട് പോകുന്നു. ഹിസ്റ്ററി വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും തന്നെ ഇമ്മുന്റെ അടിമകളാണ്. നിനക്കെത്ര ധൈര്യം ഉണ്ടെടാണ് നീ അത് പറഞ്ഞെന്ന് പറഞ്ഞ് ലോക്കി ദേഷ്യപ്പെട്ടപ്പോഴാണ് ഡാ പൊട്ടാന്ന് വിളിച്ചോണ്ട് ഒരു സാധനം അവന്റെ പുറൽ കൂടെ വന്നത്. അത് നമ്മുടെ ലൂഫിയായിരുന്നു. ഇമോ പെട്ടെന്ന് അത് ശ്രദ്ധിച്ചു. എൽബഫിൽ നിന്ന് ഇറങ്ങി പോടാന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡ് ഇമ്മുന്റെ മുഖത്ത് നോക്കി ഒരു അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.